ബദാമി അല്ലെങ്കിൽ ചാലൂക്യരുടെ നാട് എന്നത് ഏതൊരു വിനോദസഞ്ചാരിയും വിസ്മയിപ്പിക്കുന്ന ഒരു മനോഹര നാടായി മാറുന്നു. വിസ്മയങ്ങൾ തേടി യാത്ര ചെയ്യുന്നവരെ എന്തുകൊണ്ടും തൃപ്തിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് കർണാടകയിലെ ബദാമി. മുൻപ് വാതാബി എന്നും അറിയപ്പെട്ടിരുന്ന ബദാമിയിലെ പ്രധാന അത്ഭുതം ചാലൂക്യ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട അവിടുത്തെ ഗുഹാക്ഷേത്രങ്ങൾ തന്നെയാണ്. ബദാമി ചാലൂക്യ, കല്യാണി ചാലൂക്യ രാജവംശങ്ങൾ അവശേഷിപ്പിച്ച വാസ്തുവിദ്യാ പാരമ്പര്യങ്ങൾ ക്ഷേത്രവാസ്തുവിദ്യയോടുള്ള അപാരമായ കഴിവിന്റെയും അഭിനിവേശത്തിന്റെയും ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കുന്നു. വിശാലമായ പൈതൃക സമുച്ചയത്തിൽ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം വാഗ്ദാനം ചെയ്യുന്ന നിരവധി മാസ്റ്റർ പീസുകൾ ബദാമിയിൽ ഉൾപ്പെടുന്നു. ഈ നിരവധി ആകർഷണങ്ങളിൽ ബദാമിയിലെ ഭൂതനാഥ ക്ഷേത്രങ്ങൾ വിസ്മയിപ്പിക്കുന്ന ഒരു അത്ഭുതമായി നിലനിൽക്കുന്നു. ഇവ ബദാമിയിലെ ചില മുൻനിര ക്ഷേത്രങ്ങളാണ് എന്നതും ഇവയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭൂതനാഥ ക്ഷേത്രങ്ങളിൽ രണ്ട് പ്രധാന ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്നു. ഒന്ന് ഭൂതനാഥ ക്ഷേത്രവും മറ്റൊന്ന് മല്ലികാർജുന ക്ഷേത്രവുമാണ്. അതിനാൽ ഇവയെ ഒന്നിച്ച് ബദാമിയിലെ ഭൂതനാഥ ക്ഷേത്രങ്ങൾ എന്നും മല്ലികാർജുന ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് എന്നും വിളിക്കപ്പെടുന്നു. അഗസ്ത്യ തടാകത്തിന്റെ തീരത്തായാണ് ഈ പ്രശസ്തമായ ഭൂതനാഥ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ രസകരമെന്തെന്നാൽ രണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിൽപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് പ്രധാന ഭൂതനാഥ ക്ഷേത്രം ബദാമി ചാലൂക്യരുടെ ഒരു മാസ്റ്റർ പീസ് ആകുമ്പോൾ മല്ലികാർജുന ക്ഷേത്രം കല്യാണി ചാലൂക്യരുടേതായി മാറുന്നു. ഭൂതനാഥ ക്ഷേത്രം ആദ്യകാല ദക്ഷിണേന്ത്യൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ക്ഷേത്രവാസ്തുവിദ്യയെ ചിത്രീകരിക്കുന്നു. അതേസമയം മല്ലികാർജുന ക്ഷേത്രം ക്ഷേത്ര ചട്ടക്കൂടിന്റെ കൂടുതൽ വികസിതമായ രൂപകൽപ്പനയെ കാണിക്കുന്നു. വാസ്തവത്തിൽ ഭൂതനാഥ ക്ഷേത്രത്തിന്റെ പുറംമതിൽ കല്യാണി ചാലൂക്യരാണ് പൂർത്തിയാക്കിയത് എന്ന് പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഒരു സ്ഥലത്ത് 7-ാം നൂറ്റാണ്ടിലെ വാസ്തുവിദ്യയും 11-ാം നൂറ്റാണ്ടിലെ നിർമ്മാണവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭൂതനാഥ ക്ഷേത്ര സമുച്ചയം ഏതാണ്ട് അഗസ്ത്യ തടാകം വരെ നീളുകയും ക്ഷേത്രത്തിനുള്ളിൽ ശിവനെയും നന്ദിയെയും കാണാനും കഴിയുന്നു. എന്നിരുന്നാലും ശൈവമതത്തിന്റെ ആവിർഭാവത്തിനു മുൻപ് ഇത് മറ്റേതെങ്കിലും ദൈവത്തിന് സമർപ്പിച്ചതായി പറയപ്പെടുന്നു. കൗതുകരം എന്ന് പറയട്ടെ, ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ അടിഭാഗത്ത് ജൈന ശില്പങ്ങൾ കാണാൻ സാധിക്കുമെന്നതിനാൽ ഈ ശ്രീകോവിലിന്റെ യഥാർത്ഥ പ്രതിഷ്ഠയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. ഡൽഹി സുൽത്താനേറ്റിന്റെ കൊള്ളയിലും ആക്രമണത്തിലും ചില കൊത്തുപണികൾ നശിപ്പിക്കപ്പെട്ടു. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തിൽ കുറച്ച് അലങ്കാര ഘടകങ്ങൾ മാത്രമേ നിലവിൽ അവശേഷിക്കുന്നുള്ളൂ. ക്ഷേത്രത്തിന്റെ ഘടന ഏറിയും കുറഞ്ഞും അതേപടി നിലനിൽക്കുന്നുണ്ടെങ്കിലും അലങ്കാര ഘടകങ്ങളിൽ ഭൂരിഭാഗവും നശിച്ചു കഴിഞ്ഞു. പ്രധാന ശ്രീകോവിലിന്റെ വാതിലിന്റെ ഇരുവശത്തും പുണ്യനദികളായ ഗംഗയുടെയും യമുനയുടെയും മനുഷ്യരൂപങ്ങളുണ്ട്. എന്നിരുന്നാലും പട്ടടയ്ക്കൽ, ഐഹോള എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ വളരെ ലളിതമായി കണക്കാക്കപ്പെടുന്നു. മല്ലികാർജുന ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഭൂതനാഥ ക്ഷേത്രത്തിന് തൊട്ടുപുറകിലായി സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രവും ശിവന് സമർപ്പിച്ചിരിക്കുന്നു. പിരമിഡ് ആകൃതിയിലുള്ള സൂപ്പർ സ്ട്രക്ചറുകൾ, തുറന്ന മണ്ഡപങ്ങൾ, പ്ലെയിൻ ഭിത്തികൾ എന്നിവ കല്യാണി ചാലൂക്യരുടെ സവിശേഷതകൾ ചിത്രീകരിക്കുന്നു. തടാകത്തിലേക്കുള്ള പടികൾ അവസാനിക്കുന്ന പ്ലാറ്റ്ഫോമിൽ ഇടതുവശത്തായി ഒരു ചെറിയ വിഷ്ണു ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന ഭൂതനാഥ ക്ഷേത്രത്തിന് കുറുകെയുള്ള ഒരു വലിയ പാറയുടെ പിന്നിലായി ഇത് മറഞ്ഞിരിക്കുന്നു. എല്ലാ കോണിപ്പടികളും ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ ഒരു നല്ല കാഴ്ച ലഭിക്കൂ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ബദാമിയുടെ പൈതൃകം പരിവേഷണം ചെയ്യാൻ സന്ദർശകർക്ക് ഒന്നിലധികം ദിവസങ്ങൾ വേണ്ടിവരും. അതായത് ഓരോ കെട്ടിടത്തിനും പരിവേഷണം ചെയ്യാൻ സവിശേഷവും രസകരവുമായി എന്തെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ ബദാമിയിലെ ഏറ്റവും രസകരമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഭൂതനാഥ ക്ഷേത്രങ്ങൾ. ഗുഹാക്ഷേത്രവും തടാകവും പച്ചപ്പും സൂര്യപ്രകാശവും ചേർന്ന് നിൽക്കുമ്പോൾ ബദാമിക്കുണ്ടാകുന്ന മാസ്മരിക ഭംഗി ഒപ്പിയെടുക്കാൻ കൊതിക്കാത്ത ഫോട്ടോഗ്രാഫർമാരുണ്ടാകില്ല. അതിനാൽ തന്നെ ഫോട്ടോഗ്രാഫർമാരുടെ ഏറ്റവും ഇഷ്ട സ്ഥലങ്ങളിൽ ഒന്നുകൂടിയായി ബദാമി അറിയപ്പെടുന്നു.